അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ജൈടെക്സിൻ്റെ സ്ഥലത്തെത്തിയിട്ടു. നേരത്തെ തന്നെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു, കാരണം തിരക്കാവുന്നതിന് മുന്നേ അവിടെ എത്താമെന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നേരത്തെ ഒന്നും ഇറങ്ങിയിട്ട് കാര്യമില്ല, കാരണം എല്ലാ സമയത്തും ഇവിടെ ഒരേമാതിരി തിരക്കുകളാണ്. ഇന്നലെ കണ്ടിരുന്നത് നമ്മൾ മിക്കവാറും ഗവൺമെൻറ് പവലിയനുകളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ പുറത്തുള്ള മറ്റ് ഹാളുകളിലുള്ള ഈ IT ബേസ്ഡ് കമ്പനികളുടെ സ്റ്റാളുകളാണ് കേട്ടോ. ഹണിവെല്ലിൻ്റെ സ്റ്റാൾ ഇതെവിടെ കാണുന്നുണ്ട്, പിന്നെ ഇൻ്റലിൻ്റെത് അത് കാണുന്നുണ്ട്, അതേമാതിരിയുള്ള ഡെല്ല്, ഇതൊക്കെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികളിത്. HP ഇവിടെ കാണാം. പക്ഷേ ഇതൊന്നും നമുക്കൊന്ന് ഒരു ഷൂട്ട് ചെയ്യണമെങ്കിൽ, ഒരു വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ നടക്കില്ല, കാരണം അത്രയും തിരക്കാണ്. ആളെ മാറ്റിക്കൊണ്ട് ഷൂട്ട് ചെയ്യലൊന്നും നടക്കില്ല. ഇവിടെ കിയേൻ്റെ ഒരു വണ്ടി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് ഒരു വണ്ടിയാണ് കാണുന്നത്. പിന്നെ ഈ ഫാന് വെച്ചിട്ട് ചൈനക്കാരൊരു ഡിസ്പ്ലേ പരിപാടി ഇല്ലേ, അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി വൈസ് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഇവിടെ കാണാം നമുക്ക്. ആ കൂടെ തന്നെ ഇതേമാതിരിയുള്ള സെമിനാറുകളുണ്ട്. ഇപ്പോൾ AI ബേസ്ഡ് ഒരു സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വിപിനും സുയിത്തും ഒക്കെ സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ഈ AI നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു സെമിനാറിൽ അവരും കുറച്ച് നേരം പങ്കെടുത്തു. നമുക്ക് അവരുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്താം, സംശയങ്ങൾ ചോദിക്കാം. കാരണം ലോകോത്തര പ്രസിദ്ധരായ ആളുകളായിരിക്കും ഈ ഓരോരോ സെമിനാറുകളിലും ക്ലാസ് എടുക്കുന്നതും ജനങ്ങളായിട്ട് സംവദിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇതാ കുറേ സ്റ്റാളുകൾ, ഒറ്റ നിവൃത്തിയില്ല കേട്ടോ. മിറ്റ്സുബിഷിൻ്റെ കാണാം, പിന്നെ ഇതാ ഒരു നമ്മളെ റേസിനൊക്കെ ഉപയോഗിക്കുന്ന മാതിരിയുള്ളൊരു വണ്ടിയുടെ അവിടെ കാണാം. നല്ല തിരക്കിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. വേറെ വലിയ ബോറടിയൊന്നുമില്ല. ടെക്നോളജിയായിട്ട് ഉള്ളവർക്ക് തീരെ ബോറടിക്കില്ല, കാരണം അത്രയും കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു എക്സ്പോ ആണിത്. കൊല്ലത്തിലൊരു പ്രാവശ്യം നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അത്രയും ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കുറേ ഹാളുകളിലായിട്ട് അത് നിൽക്കുന്നത്. സിസ്കോൻ്റെ സ്റ്റാളത് അവിടെ കാണുന്നത്. അടിപൊളി. അപ്പോൾ നമുക്കേ ഒരുപാട് നേരം ഇതിങ്ങനെ കാണിച്ച് ബോറടിക്കുന്നതിന് നല്ലത് നമുക്ക് ഇത് ഇവിടെ നിർത്താം. ഇത്ര തന്നെയുള്ളൂ, നമുക്കൊരു വിശദമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ചൈനീസ് ബേസ് കമ്പനി, അമേരിക്കയുടെ കമ്പനിയാണ് ഈ വാവൈ എന്ന് പറയുന്നത്. അതിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ, വലിയൊരു ഏരിയയിൽ അവരിതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. ഇവിടെ കണ്ടില്ലേ ഒരു സ്റ്റെപ്പൊക്കെ കയറിപ്പോയിട്ട് റോബോട്ട് ഡെലിവറി നടത്തുന്ന റോബോട്ടിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് മക്കളെ. എന്തായാലും വന്നിട്ട് ഒരു പ്രാവശ്യം തന്നെയെങ്കിലും ഇത് കാണണം കേട്ടോ. അങ്ങനെ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടത് നമ്മളൊരു ഡെസേർട്ട് സഫാരിയാണ് നമ്മൾ ഏർപ്പാടാക്കി. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു ടാക്സി പിടിച്ചു കിട്ടുമോ. ട്രെയിനൊക്കെ പോകുന്ന സ്ഥലത്തേക്കല്ല നമുക്ക് ഡെസേർട്ട് സഫാരീൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടുന്ന് ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ജൈടെക്സിന് ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. ജൈടെക്സിന് അപാര തിരക്ക്, അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കലൊന്നും നടക്കില്ല അതിൻ്റെ അകത്ത്, അത്രയും ആളുകളാണ്. അപ്പോൾ പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞ് വിപിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി സമയം നമ്മൾ ഡെസേർട്ട് സഫാരി, അപ്പോൾ അവിടേക്കാണ്. ഡെസേർട്ട് സഫാരിൻ്റെ സ്ഥലത്താണുള്ളത്. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിക്കിട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ വന്നിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ റൈഡ് കേട്ടോ. നമ്മളിതാ റൈഡിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. നമുക്കൊരു തൊപ്പി പോലെ ഒരു സാധനം വെച്ച് തന്നു, പിന്നെ അതിൻ്റെ മേലെ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം തന്നെ നമുക്ക് കുറച്ച് പേടി തോന്നിക്കും, കാരണം അങ്ങനെയാണ്. കാരണം നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇതെങ്ങനെയാണെന്നറിയില്ല, നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ സുയിത്തൊക്കെ റെഡിയായി. ഇതാണ് കേട്ടോ നമ്മളെ ബഗ്ഗി. ഇത് കണ്ടില്ല ഇപ്പോൾ ഞാൻ, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ 2 ആൾക്ക് പോകാനുള്ളതാണ് കേട്ടോ. 2 സീറ്റേ ഉണ്ടാവുള്ളൂ, ഡ്രൈവർ പ്ലസ് കോ പാസഞ്ചർ. ഇതിൽ 4 ആൾക്ക് പോവാം. അപ്പോൾ ഫസ്റ്റിൽ വിബി ഓടിക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ ഓടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് സുയിത്തുമോൻ ഓടിക്കുന്നു. കുറച്ചൊരു
അങ്ങനെ ഡെസേർട്ട് സഫാരി റൈഡ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. വിബി ഇപ്പോൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. വിബി ഞാൻ സൈഡിലായി, നമ്മളുടെ സുവിത്ത് മോൻ ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി റൺ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതിൽ ഒരു 6 വണ്ടികളാണ് നമ്മളുള്ളത്. ഏറ്റവും ഫ്രണ്ട് പോകുന്നത് നമ്മളെ ഈ ഓപ്പറേറ്റർ വണ്ടിയാണ്. കാരണം ആ റൂട്ടിൽ പുള്ളി പോകുന്ന റൂട്ടിൽ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. ഒരു ഇത്ര ഡിസ്റ്റൻസ് വെക്കണം എന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്ക് പോകാം. കാരണം പെട്ടെന്ന് മുന്നിലുള്ള ആൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇട്ട് അപകടമൊന്നും പറ്റാത്തതിൽ നിർത്താൻ പറ്റിയൊരു ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ എടുക്കുന്നുണ്ട്. കയറി കഴിയുമ്പം തന്നെ പെട്ടെന്നല്ല നമുക്കൊരു വെറൈറ്റി വണ്ടി കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടായിരുന്നു. സുവിത്ത് ബാക്കിലിരിക്കുന്നുണ്ട്, ഒക്കെ ടാറ്റയൊക്കെ തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഡെസേർട്ടിലേക്ക് എത്തിയില്ല കേട്ടോ. ഡെസേർട്ടിലേക്ക് പോകണമെങ്കിൽ എനിക്ക് കുറേ പോകണം. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നല്ല റോഡാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നതിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുന്നിലെ വണ്ടി കാണണം നമ്മൾ. പക്ഷേ പല വഴിക്ക് തിരിഞ്ഞു പോയാൽ ബാക്കിൽ പോകുന്ന നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകട്ടോ. അങ്ങനെ തികച്ചും വിജനമായ സ്ഥലത്തൂടി നമ്മളിങ്ങനെ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. മുന്നിലും ബാക്കിലും ആളുണ്ട് എന്നുള്ളൊരു സമാധാനം. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ വഴി തെറ്റും. എതിലെയാണ് പോകേണ്ടതെന്ന് അറിയില്ല, എവിടെയാണ് തിരിച്ചെത്തേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു വഴി. എന്നാലും നമ്മൾ മരുഭൂമിയിലേക്ക് കയറിയില്ല കേട്ടോ. ഇതൊക്കെ ഈ ബേബി മെറ്റലൊക്കെ ഇട്ടിരിക്കുന്ന നല്ല റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും മരുഭൂമിൻ്റെ ഒരു സൈഡിൽ കൂടി തന്നെയുള്ള യാത്രയാണ്. ഇപ്പം നമ്മൾ പ്യുവർ മരുഭൂമിയിലേക്ക് കയറിയിട്ടു. ഇനി അങ്ങോട്ടേക്കൊക്കെ മണലിൽ കൂടിയുള്ള യാത്രയാണ്. ഇവിടുന്ന് ഈ റോഡിൽ നമ്മളിങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു മരുഭൂമിയിലേക്ക് ഇറങ്ങി. നമ്മൾ മുന്നിൽ പോകുന്ന കാണുന്ന വാഹനങ്ങൾ ഏറ്റവും മുന്നിലുള്ളത് ഈ ടൂർ ഓപ്പറേറ്ററുടെ അവരുടെ വാഹനം തന്നെയാണ്. അതിൻ്റെ പിറകിൽ ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ടീമൊന്നും ഡെസേർട്ട് സഫാരിൻ്റെ ടീം നടത്തുന്നില്ല കേട്ടോ. ഇതൊരു പ്രത്യേക ടീമുകളതാണ്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് റേറ്റൊന്നും അത്ര ആയില്ല. ഞാൻ പറയുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ സന്ധ്യയോടടുത്ത് സൂര്യൻ മണലിലെത്താകുമ്പോൾ നമ്മൾ അറബിക്കടലിൽ മുങ്ങുന്നെന്ന് പറയുന്നതിന് പകരം ഇവർ പറയുന്നത് സൂര്യൻ മണലിലെത്താവുക എന്നായിരിക്കും. അവിടെ സൂര്യൻ താന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബിബി എൻജോയ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ ഇങ്ങനെ ആടി തെറിച്ചു പോകുന്നുള്ള പേടിയിലാണ്. അപ്പോൾ ഈ മൂമെൻറ്റ്സ് ഒക്കെ നമുക്ക് പകർത്തി വെക്കണം കേട്ടോ. കാരണം ഇതൊരു പ്രത്യേക ഒരു പരിപാടിയല്ലേ. അപ്പോൾ അത് നമ്മളന്ന് പ്രത്യേകമായിട്ട് തന്നെ എടുത്ത് വെക്കണം. അവരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ആയിട്ട്. എനിക്കെന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ വീഡിയോ റെക്കോർഡിങ്ങിലാണ്. അങ്ങനെ സ്വയം ഡ്രൈവ് ചെയ്ത് ആസ്വദിച്ച് നമ്മൾ ഈ മരുഭൂമി കൂടി പോവുകയാണ് കേട്ടോ. ഇനി കുന്നും മലകളൊക്കെ കയറാനുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ബിബി തന്നെയാണ് ഇപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഓടിക്കാന്നുള്ള പരിപാടി ഞാൻ മാറ്റി. എനിക്കിത് ഓടിക്കൽ അത്ര ഒരു പോസിബിളായിട്ട് തോന്നുന്നില്ല. കാര്യം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഓടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് സമതലമായിട്ടുള്ള സ്ഥലത്തൂടെയാണെങ്കിലൊക്കെ നമുക്ക് ഓടിക്കാം. പക്ഷേ അതല്ല, ഇതിനി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇതാ നമ്മളെ മുന്നിൽ പോയൊരു വണ്ടി എന്താ ബ്രേക്ക് ഡൗൺ ആയിട്ടോ. അവിടെ മണലിൽ കൊണ്ടുപോയതോ മറ്റോ ആണ്. അപ്പോൾ നമ്മളെ വണ്ടി നിർത്തി. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരാൾ ആ വാനില്ലേ, വൈറ്റ് വാൻ, അത് അവരുടെ ആ വണ്ടിയാണ്. അത് വന്നിട്ട് അവർ റെഡിയാക്കും. നമ്മളെ വണ്ടിയിൽ നിന്ന് വിപിന് ഇറക്കി അവരുടെ ആൾ കയറി ഈ വണ്ടി സൈഡാക്കണമല്ലോ. ഒരു കയറ്റത്തിൻ്റെ മുകളിൽ പോയിട്ടാണ് നമ്മളെ വണ്ടി നിന്ന് പോയിരുന്നത്. അങ്ങനെ പുള്ളിയുടെ ഭാഗം ഒരു ഡ്രൈവിങ് തന്നെയാണ് കേട്ടോ. അതൊരു ഒന്നൊന്നര, ഞാൻ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല. അത്രയും ആളെ വിളിച്ചിട്ടുണ്ട് ഞാൻ.
അങ്ങനെ മുന്നേ കുടുങ്ങിയ വണ്ടിയൊക്കെ റെഡിയായി. റിപ്പയറിങ്ങിന് വന്ന വാൻ തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. അത് മണലിൽ പൂണ്ടുപോയതാണ് കേട്ടോ വണ്ടി. വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എട്ടുകാലിമാരിയുള്ളൊരു സാധനം കേട്ടോ. ഇത് കാണുമ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ പേടിയാവും. അങ്ങനത്തെ ഒരു വണ്ടിയാണ് സാധനം. എങ്ങനെയാണ് ഇത് മണലിൽ കൂടി പോകുന്നത് എന്നുള്ളതാണ്. എന്താണ് നോക്കിയാൽ മണൽ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കാൽപ്പാടുകൾ ഒരു കാണാതില്ലേ? നമ്മൾ നടന്നു പോയ ഒരു കാൽപ്പാടുകളാണ്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ഇവരെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതേമാതിരി താഴേക്ക് വളരെ താഴേക്കാണ്. ഇതേമാതിരി ഇങ്ങനെ താഴേക്ക് പോവാം. ചിലരൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പം വിപിക്ക് ഇതൊന്ന് ചെയ്താൽ തിരക്കേടില്ല എന്നുണ്ട് കേട്ടോ. താഴേക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ കയറലൊരു ടാസ്ക്കാണ്. അങ്ങനെ വിബീൻ്റെ ഒരു ടാസ്ക് ചെയ്യാൻ പോവുകയാണ്. എത്ര കണ്ട് പോകും നോക്കാം നമുക്ക്. ഏകദേശം ഒരു 5 മീറ്ററിൽ തന്നെ വിബീൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ടില്ലേ, സായിപ്പന്മാരൊക്കെ ഉഷാറാട്ടോ. അവരിത് കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഒക്കെ ആയിരിക്കും ഇവർ. ഇത് കണ്ടില്ലേ, ഐസ് കൂടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ പരിചയം മതി ശരിക്കും. അങ്ങനെ പുള്ളി താഴെ എത്തിയിട്ടോ. അപാരം. പുള്ളീൻ്റെ കൂടെ വേറെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സൈക്കിളിൽ നിന്ന് വീണിട്ടുള്ള മാതിരിയുള്ള ഒരു ചിരി ചിരിച്ചിട്ട് ഒരാൾ വരുന്നുണ്ട്. നിങ്ങൾ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് സുഹൃത്തില്ല, ഞാനില്ല. നമ്മളെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു. ചെറിയൊരു പയ്യൻ കയറിയിട്ടോ. ചെറിയ പയ്യൻ എന്ന് പറഞ്ഞാൽ താഴെ വരെ പുള്ളി പോയി. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ മതിയാവും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ നല്ല സ്ഥലം. കുറേ നമ്മളെ വണ്ടികൾ മൊത്തം അതവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. സൂര്യൻ ആ മലയിൽ താഴാൻ പോകുന്ന പോക്കാണ്. അപ്പോൾ പിന്നെ ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ ഇത്. ഇതിൽ വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. താഴേക്ക് വീഴാൻ പോകുന്ന ആളെ മുകളിൽ പിടിക്കുന്നതാണ് സംഗതി രംഗം. പക്ഷെ അതൊന്നും റെഡി ആയില്ല നമ്മൾ എടുത്തിട്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്രൈവർ മാറി കേട്ടോ. വിപിൻ മാറി, സുഹൃത്ത് എടുത്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ മുന്നിലുള്ള വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരിൽ ജോയിൻ ചെയ്യാം. എല്ലാം വീണ്ടും പോയി. സൂര്യനിതാ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പൊട്ടുപോലെ സൂര്യൻ നമുക്ക് ദൂരെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. ഇതിന് വളരെ ടാസ്ക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇതൊരു പ്രത്യേക വൈബാണ്, പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ്, അഡ്വഞ്ചറാണ്. അപ്പോൾ ഇത് എല്ലാവരും വരുന്നവർ ഈ സാധാ മറ്റുള്ളവർ ഡ്രൈവ് ചെയ്തിട്ട് അവരെ വാനിൽ കയറുന്നല്ല നമ്മൾ. അപ്പോൾ അതല്ല, ഇതൊരു പ്രത്യേക ഒരു പരിചയം തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാർജുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അങ്ങനെ ഈ സെൻസുറ ഈ ഡോൺ ബക്കി നടത്തുന്നത് ഒരു മലയാളിയാണ് കേട്ടോ, ഒരു കണ്ണൂരുകാരാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്തായാലും ആവശ്യം കേട്ടോ. നിങ്ങളൊരു ഒരു പ്രാവശ്യം തന്നെയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത്രയും ഒരു അഡ്വഞ്ചർ പിന്നെ എൻ്റർടൈൻമെൻറ്റുമാണ് ഈ പരിപാടി കേട്ടോ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. കാര്യം ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപിനും സുവിത്തും അടങ്ങിയ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫ്രീ ആണ് നമ്മളിപ്പോൾ ഇന്ന് ആസ്വദിച്ചത്. അത് മാത്രമല്ല, റൈഡ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഡിന്നറും ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ടിക്കറ്റിൽ ഡിന്നറൊന്നും ഇല്ല. നമ്മളെ കൂടെ യാത്രയ്ക്ക് വന്നവരൊക്കെ തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു പ്രൈവറ്റ് ഡിന്നറും ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് കൂടിയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. നല്ല സ്ഥലം, കാണാനൊക്കെ അടിപൊളിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു അഡ്വഞ്ചർ തന്നെയാണ്. പിന്നെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞ മാതിരി മണ്ണെണ്ണകൾക്ക് കത്തിച്ചിട്ടുള്ള ഒരു ഡിന്നർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചാൽ നമ്മൾ ഇവിടുന്ന് പിരിയും. തികച്ചും വിജനമായ സ്ഥലം കേട്ടോ. ഊറ്റാക്കൂരി ഇരുട്ടാണ്. അതിൽ ചെറിയ മെഴുകുതിരി വെട്ടം പോലെയുള്ള ഇലക്ട്രിക് ലൈറ്റുകൾ, ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവിടേക്ക് പോരാ. അപ്പോൾ ആ ഇരുട്ടത്താണ് നമുക്കുള്ള ഇന്നത്തെ ഭക്ഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഈ മരുഭൂമിയിൽ തന്നെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അവർ ഭക്ഷണം കഴിപ്പിച്ച് നമ്മളെ കൊല്ലുന്നുള്ള മാതിരിയാണ്. ഒത്തിരി ഐറ്റംസ്. അതൊരു പ്രത്യേക ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇങ്ങനെ ഒരു വൈബിൽ നമ്മൾ ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല.
അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ ടിക്കറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതേമാതിരി പ്രൈവറ്റ് ഡിന്നർ കൂടി ബുക്ക് ചെയ്തിട്ട് എടുക്കുക. നോർമൽ ടിക്കറ്റിലൊന്നും ഇതുണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടി മാത്രം ഒരു കുക്കും ഒരു കിച്ചണും ഈ ഒരു മരുഭൂമിൻ്റെ നടുക്ക് ഇട്ടിരിക്കുകയാണ്. ഇതേമാതിരിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ട് ടോപ്പ് പരിപാടി കിട്ടും. എന്തായാലും ഈ ടീമിന് സെർസൂറ ടീമിന് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ബായ്.